വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ പെരിങ്ങോമേരിയ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ചുണ്ടയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശിധരൻ നിർവഹിച്ചു. നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തണം. പക്ഷേ അതോടൊപ്പം ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. ഈ മണ്ണിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയണം. മണ്ണിൽ പണിയെടുത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് നിലനിൽക്കണം. അപ്പൊ ആ മണ്ണിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. നമുക്ക് പൊതുവായ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സാധാരണ തൊഴിലാളി വർഗത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ നമുക്ക് കഴിയണം. ഇവിടെ ഒരു അനുകൂല സാഹചര്യം നമുക്ക് കേരളത്തിലുണ്ട്. അത് LDFന്റെ ഗവൺമെന്റാ, സഖാ പിണറായിയുടെ ഗവൺമെന്റാ. ഈ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് മറ്റൊരു ഗവൺമെന്റാണ്. കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ജനങ്ങളെ സംരക്ഷിക്കാനും കഴിയില്ല. ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടില്ലേ? ഇന്ത്യയിൽ എവിടെ ഇത്രയേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സർക്കാരില്ല. ഇവിടെയാണ് നമുക്ക് 60 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ. ആ പെൻഷൻ 5 മാസത്തോളം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ കുറവല്ല, കേന്ദ്രം പല രീതിയിലും നമ്മളെ മുടക്കുകയാണ്, ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത തന്നെയാണ്. അവർ നമുക്ക് തരാനുള്ള കാശ് തരുന്നില്ല. അതുകൊണ്ടാണ് പണം തരാത്തത്. ഞങ്ങൾ എന്തായാലും പണം തരും പറഞ്ഞതാണ്. M. സുജേഷ് അധ്യക്ഷനായി. NREG കണ്ണൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MP ദാമോദരൻ, ജാഥ ലീഡർ KV വിജയൻ, മാനേജർ P. ഉഷ, C. സിന്ധു എന്നിവർ സംസാരിച്ചു. ബിന്ദു രാജൻകുട്ടി, PV ചന്ദ്രൻ, NV സുജിത് കുമാർ, സിന്ധു ഗോപാലകൃഷ്ണൻ എന്നിവർ ജാഥ അംഗങ്ങളാണ്. പ്രാപ്പോയിൽ, പാടിയോട്ടിച്ചാൽ, വെള്ളോറ, എരമം, അരവഞ്ചാൽ, കാങ്കോൽ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഏറ്റുകുടുക്കയിൽ വാഹന പ്രചരണ ജാഥ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ KM ഷാജി പ്രസംഗിക്കും.